ഈ ചെറിയവരിൽ ഒരുവനെ പോലും നിന്ദിക്കാതിരിക്കുവാൻ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവിൻ. കർത്താവിൻ്റെ വചനമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മെക്കാട്ടി ചെറുതായിട്ടുള്ളവരെ, അവശരായിട്ടുള്ളവരെ, കയറിക്കിടക്കാൻ ഇടമില്ലാത്തവരെ ഒക്കെ നിന്ദ്യരായിട്ടും നികൃഷ്ടമായിട്ടും ഒക്കെ നമ്മൾ വിലയിരുത്താറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തു ഓർമ്മപ്പെടുത്തുക, നിനക്കുണ്ട് എന്ന് നീ അഭിമാനിക്കുന്ന കരുതുന്ന കാര്യം തീരാനായിട്ട് ഒരു രോഗം വന്നാൽ മതി, ഒരു ആക്സിഡൻറ്റ് വന്നാൽ മതി. അതിനെക്കാട്ടി ശോചനീയമായ അവസ്ഥയിലേക്ക് നീയും നിൻ്റെ കുടുംബവും അധംപതിക്കും. അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത്, ഒരുവനെ പോലും നിന്ദിക്കാതിരിക്കാൻ, ചെറുതാക്കാതിരിക്കാൻ നീ ശ്രദ്ധിക്കുക, ജാഗ്രതയുള്ളവനായിരിക്കണം. അതല്ലെങ്കിൽ നഷ്ടങ്ങൾ നികത്താനാവാത്ത രീതിയിൽ നിൻ്റെ കുടുംബത്തിൽ വന്നു ഭവിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉള്ളതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കാൻ പറ്റണം. ഒരുവൻ്റെ ജീവിതത്തിൻ്റെ അവശത കണ്ട് തമ്പുരാനെ എനിക്ക് ഗതികേട് വന്നില്ലല്ലോ എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കാൻ പറ്റണം. അതല്ലാതെ വീണ് കിടക്കുന്നവനെ ചവിട്ടുന്ന ഇന്നിൻ്റെ പ്രകൃതങ്ങളെ ഓർത്ത് തമ്പുരാനെ മാപ്പ് കൊടുക്കണേ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അതിന് കാരണം എന്താ? നമ്മുടെ കണ്ണ് ദുഷിച്ചതായിപ്പോയി, നമ്മുടെ ചിന്തകൾ ദുഷിച്ചതായിപ്പോയി, നമ്മളുടെ ജീവിതം തന്നെ ദുഷിച്ചതായിപ്പോയി. ദുഷിച്ച കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ മോശവും മ്ലേച്ഛവുമായിരിക്കും. അതിനപ്പുറം ഒന്നും അവർക്ക് മനസ്സിലാകില്ല. അതുകൊണ്ട് വചനത്തിലൂടെ കർത്താവ് പറയുന്നുണ്ട്, ഒരു പ്രാവശ്യം കൂടി എൻ്റെ കണ്ണുകളെ ഒന്ന് തൊടണമേ. കാരണം എന്താ? അത് കുറേ കൂടി നന്മ നിറഞ്ഞ കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കും. ദുഷിച്ച കണ്ണുകളും ദുഷിച്ച ജീവിതവുമാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും? നമ്മളുടെ കാഴ്ചപ്പാടുകളും കാഴ്ചകളും ചിന്തകളൊക്കെ മോശമായി പോകും. ക്രിസ്തു ഓർമ്മപ്പെടുത്തുന്നു, ഈ ചെറിയവരിൽ ഒരുവനെ പോലും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. അറിഞ്ഞോ അറിയാതെയോ വാക്കുകൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ അവനെതിരെ നീ കുതികാലുയർത്തിയാൽ നിൻ്റെ ജീവിതത്തെ കർത്താവ് തകർത്ത് തരിപ്പണമാക്കും. കാരണം പീഡിതൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു എന്നുള്ളതാ വചനം. നീ ചെയ്യുന്ന നിൻ്റെ പ്രവർത്തികളെ എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ എന്ന് പറഞ്ഞ് തമ്പുരാൻ്റെ മുന്നിൽ മാപ്പിനായി പൊറുതിക്കായി കടന്നു വരാൻ പറ്റാതെ പോയാൽ ഇന്ന് വീണ് കിടക്കുന്നവൻ അനുഭവിക്കുന്നതിലും അപ്പുറത്തുള്ള കഠിനമായ അവസ്ഥകളിലൂടെ നീ നിൻ്റെ കുടുംബവും കടന്നു പോകും. അതുകൊണ്ട് വചനം ഓർമ്മപ്പെടുത്തുന്നത് ഉൾക്കൊണ്ടുകൊണ്ട് മാനസാന്തരത്തിൻ്റെ മക്കളായിട്ട് മാറാം. കണ്ണുകളെ ഒരു പ്രാവശ്യം കൂടെ എൻ്റെ തമ്പുരാനെ സ്പർശിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല കാഴ്ചകൾ കാണാൻ തിമിരം ബാധിച്ച എൻ്റെ കണ്ണുകൾക്ക് നിൻ്റെ ദിവ്യമായ സ്പർശനത്താൽ തെളിച്ചം തരണേ എന്ന് പ്രാർത്ഥിക്കുക. ദിവ്യകാരുണ്യത്തിൻ്റെ ബലത്തിൽ ഒരായുസ് മുഴുവൻ ജീവിച്ച വിശുദ്ധ ക്ലാരയെ നമ്മൾ ഓർക്കുമ്പോൾ ഈശോയുടെ മുന്നിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളും വേദനകളും കണ്ണുനീരും അവശതകളൊക്കെ നമുക്ക് തുറന്നു വയ്ക്കാം. അവൻ കൂടെയുണ്ട്. ഈ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി ഒരു സൈന്യത്തെ തന്നെ തുരത്തി ഓടിച്ചെങ്കിൽ ഇന്നിൻ്റെ ജീവിത പ്രശ്നങ്ങൾക്ക് ഈ ദിവ്യകാരുണ്യം കരുത്താണ്, ബലമാണ് എന്നറിയുക.